അമ്മ മാല കെട്ടുകയാണ്. കൊന്നയിൽ അമ്പലത്തിലേക്ക് വേണ്ടി അമ്മ മാല കെട്ടുകയാണ്. വൈകുന്നേരം ചാർത്താനായിട്ട്. അമ്മ എങ്ങനെയാണ് അമ്മ ഇത് കെട്ടുന്നത്? അത് ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ മാല കെട്ടി കുഞ്ഞിലേ മുതൽ കെട്ടുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ കെട്ടി ഇങ്ങനെ പയ്യെ കെട്ടി ഇപ്പോൾ ഇടം വരെ ആയി. കുഞ്ഞുകാലം മുതലേ അമ്മ ഇങ്ങനെ മാല കെട്ടുമായിരുന്നു. അങ്ങനെ എല്ലാം കെട്ടി അമ്മ അങ്ങനെ മാല അല്ലേ നല്ലപോലെ കെട്ടില്ലല്ലോ ഒരു വിധം കെട്ടും. ഭഗവാനെ, എന്തൊക്കെ പൂ ഇതിനു വേണ്ടി ഉപയോഗിച്ചമ്മേ? എല്ലാ പൂവും ഉപയോഗിക്കാം, ഒരു പൂ മാത്രമല്ല. ഇപ്പൊ കൊങ്ങിണിപ്പൂവും എല്ലാ ഈശ്വരന്റെ സൃഷ്ടിയാണ് അല്ലേ അമ്മ? എല്ലാ പൂ എല്ലാം ഇല്ല. നമുക്ക് അത്യാവശ്യം നമ്മുടെ അപ്പോൾ അതിട്ടിപ്പോ ഇവിടെ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന് കെട്ടും. കൊങ്ങിണിപ്പൂവാ കൂടുതലും. ഈ പൂ ഇപ്പൊ മിക്കയിടത്തും കൃഷിയുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് ഈ പൂ കൂടുതലും വരുന്നത്. അത് പറയും. പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആലുംപിടി ആ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് വരുന്നത്. അങ്ങനെ നല്ലൊരു മാല ഇപ്പൊ അമ്മയ്ക്ക് റെഡി ആയിട്ടുണ്ട്. കൊന്നയിൽ വാഴുന്ന ഭഗവതി അമ്മേ. ഇനി താലി കൂടെയാണ് കെട്ടേണ്ടത്. അമ്മ അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു അല്ലേ അമ്മ? നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അത് താലി അല്ലേ അമ്മ? താലി കെട്ടാനായിട്ടുള്ള ഇതാണ്. അവിടുന്ന് അമ്മ ആ പൂവെടുത്ത് എങ്ങനെയാമ്മ അവിടെ ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും കൂടെ വെച്ച് അങ്ങനെ എന്നിട്ട് അത് വെച്ച് ഇങ്ങനെ ഉറപ്പിച്ച് അത് കെട്ടുന്നു. തുളസി ഇല, റോസ, കൊങ്ങിണിപ്പൂ. വീട്ടിൽ വിരിഞ്ഞ പൂവായിരുന്നു. നമ്മുടെ വീട്ടിൽ വിരിഞ്ഞാണ്. കൊന്നയില വീട്ടിൽ വിരിഞ്ഞ പൂവായിരുന്നത്. വീട്ടിലൊരെണ്ണം വിരിഞ്ഞ് ഞാൻ എടുത്തില്ല. പിന്നെ ഇത് റോസാപ്പൂ വയ്ക്കുക. റോസാപ്പൂ. അവസാനം അമ്മയ്ക്കുള്ള താലിയുടെ ഒരുക്കത്തിലാണ് അല്ലേ? വളരെ മനോഹരമായൊരു ക്ഷേത്രമാണ് കൊന്നയിൽ അമ്പലത്തിൻ്റെ ആ പരിസരമൊക്കെ. നമ്മുടെ പഴയകാല ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന പോലെ മനോഹരമായ അല്ലേ അമ്മ സ്ഥലമാണ്. ഇപ്പോൾ അമ്പലം അടച്ചിനി വൈകുന്നേരത്തേക്കുള്ള മാലയാണ് അമ്മ കെട്ടുന്നത് അല്ലേ അമ്മ? വൈകുന്നേരത്തേക്കുള്ള ഇച്ചിരി കഴിയുമ്പോൾ രാമായണം പാരായണം തുടങ്ങും. 2 മണി കഴിയുമ്പോൾ തുടങ്ങും അല്ലേ അമ്മ? അതിന് മുന്നേ കുറച്ച് വായിക്കുന്നെങ്കിലും അല്ലേ? അവസാന മിനുക്ക് പണികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അമ്മ? ഇതെന്ത് പൂവായിരുന്നു അമ്മ അവസാനം ഇട്ടത്? പിച്ചിപ്പൂ നല്ല മണമാണ്. പിച്ചിപ്പൂവിന്റെ മണം എനിക്ക് റോസാപ്പൂവിന് അല്ല ഈ മുല്ലപ്പൂവിനേലും മണമാണ്. അല്ല എന്നിട്ട് ചില സമയത്ത് പിച്ചിപ്പൂവിന് ചിലരിങ്ങനെ പറയുന്നു നല്ല മണമാണ്. പണ്ട് പിച്ചിപ്പൂ എല്ലായിടത്തും, ഇപ്പൊ പിച്ചിപ്പൂ കുറഞ്ഞു വരുന്നു.
മുല്ലപ്പൂവിനുള്ള ഡിമാൻഡ് കൂടുന്നുണ്ട്. പിച്ചിപ്പൂവിനെ ഇപ്പം ആരും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ പണ്ട് കാലത്ത് പിച്ചിപ്പൂവായിരുന്നു, മുല്ലപ്പൂ കുറവായിരുന്നു. പിച്ചിപ്പൂവിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ മാല, അടിപൊളി മാല റെഡിയായി വരുന്നു. ഓക്കെ അമ്മ, എന്നാ കെട്ടിത്തീരാറായി. ഓക്കെ, കട്ടെ അമ്മ. അങ്ങനെ മാലയുടെ അവസാന മിനുക്ക് പണികളിലേക്ക് എത്തി. അടിപൊളി, നല്ല മനോഹരമായ മാല. അമ്മേ ഭഗവതി എല്ലാവരും അനുഗ്രഹിക്കണം ഈശ്വര. എന്നാ വെക്കട്ടെ അമ്മ.